ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോറും മുമ്പേ സീരിയലിൽ നമ്മുടെ അലീനയുടെയും നമ്മുടെ മനുശങ്കറിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ. ഓരോ എപ്പിസോഡും വളരെ ആകാംക്ഷയോടെയാണ് നിങ്ങളും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് പെട്ടെന്ന് പ്രൊമോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. കാരണം എന്നെപ്പോലെ തന്നെയാണല്ലോ നിങ്ങളും ഇരിക്കുന്നത്. അപ്പം നമുക്ക് നാളെ വരാനിരിക്കുന്ന വിശേഷം കേട്ടാലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ മറന്നു പോകത്തില്ലല്ലോ. അതോടൊപ്പം തന്നെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പോൾ നമ്മുടെ നാളത്തെ അലീനയുടെ പുതിയ വിശേഷത്തിലോട്ട് കിടക്കാം. അതായത് നമ്മുടെ അലീനയ്ക്ക് ഒരു പനിയൊക്കെ ഒരു വിധമൊക്കെ ഒന്ന് മാറി നല്ല ഉഷാറായിട്ടൊക്കെ വരണ്. പക്ഷേ എന്ത് ചെയ്താൽ നമ്മുടെ ബബിതയും കൃഷ്ണമോളും ആ കട്ടിലേന്ന് കാലെടുത്ത് താഴെ നിലത്ത് കുത്താൻ സമ്മതിക്കില്ല. അതാണ് അവസ്ഥ. അലീനയ്ക്ക് എത്ര നേരമൊന്നും പറഞ്ഞിങ്ങനെ കിടക്കും ഒന്നെങ്ങനെയെങ്കിലും. കാരണം അലീനയുടെ സ്വഭാവം വെച്ചിട്ട് അലീന ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ആളല്ലേ. അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഇരിപ്പിരുന്നിട്ട് ശരിക്കും അങ്ങോട്ട് മടുത്ത് പോവാണ്. അപ്പോൾ അലീനയ്ക്ക് ഒന്ന് പുറത്തിറങ്ങാനുള്ള ഒരു അവസരം പോലും ബബിതയും കൃഷ്ണയും കൊടുക്കണില്ല. കാരണം രണ്ടും കൂടെ കൊല്ലാനായിട്ട് നിൽക്കുകയാണ് അലീനേനെ. അതുകൊണ്ട് അലീനയ്ക്ക് ഒന്നും അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ ഒന്നും പറ്റില്ല. അങ്ങനെ അലീന ചെന്ന് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അലീന കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരണം കേട്ടോ. ഈ സമയം നമ്മുടെ രോഹിത് ആണെങ്കിൽ പുറം പണിയൊക്കെയാണ്, ഒന്ന് അടിച്ചു വാരലും ക്ലീനിങ്ങൊക്കെ ആയിട്ട്. നമ്മുടെ ബബിതയും കൃഷ്ണമോളും ആണെങ്കിൽ കിച്ചണിൽ ഭയങ്കര ക്ലീനിങ്ങും അതോടൊപ്പം തന്നെ കുക്കിങ്ങും ഒക്കെ നടക്കുകയാണ്. അപ്പം മൊത്തത്തിൽ 3 പേരും കൂടെ ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. അപ്പോൾ അലീനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനിയനും എൻ്റെ 2 അനുജത്തിമാരും ഇത്രയ്ക്കും മാറിപ്പോയല്ലോ. അലീനയ്ക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റാത്ത, കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ ഒരിക്കലും അത് പ്രതീക്ഷിച്ചൊരു കാര്യമല്ലായിരുന്നു. അപ്പോൾ അത് അലീനയ്ക്ക് അത് ഭയങ്കര ഒരു വല്ലാത്തൊരു അതിശയം തന്നെയായിരുന്നു. അങ്ങനെ അലീന കുളിച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കൊണ്ടിടാനായിട്ട് ചെന്നപ്പോഴേക്കും നേരെ ചെന്ന് ചാടി കൊടുക്കണം നമ്മുടെ ബബിതയുടെ മുമ്പിലാട്ടോ. ബബിത അപ്പം തന്നെ എങ്ങോട്ടാണ് ഈ കുളിച്ച് ഈറനൊക്കെ അണിഞ്ഞ് എങ്ങോട്ട് പോകാനാ? അപ്പോൾ പറഞ്ഞു, അതെ ഞാനിന്ന് കുളിച്ച് ഫ്രഷായി മോളെ, പറ്റില്ല, എത്ര ദിവസമെന്ന് വെച്ചിട്ടാണ് ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കണേ, അതുകൊണ്ടേ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി തുണിയൊക്കെ കൊണ്ടുവന്നിടാൻ. അതെ ആര് പറഞ്ഞു പനിയൊക്കെ കുറഞ്ഞു എന്ന്? ഞാൻ പറഞ്ഞോ? ഞാനും കൃഷ്ണമോളും എന്ത് പറഞ്ഞിട്ട് അലീന ചേച്ചിയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? ആ കട്ടിലേന്ന് കാല് നിലത്ത് ഊന്നരുതെന്നല്ലേ. 2-3 ദിവസത്തെയും കൂടെ ഫുൾ റെസ്റ്റ് വേണം, ശരീരം ഒരുപാട് ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോയതെന്നും പറഞ്ഞ് ബബിത അങ്ങോട്ട് തുടങ്ങിയില്ലേ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോളും എത്തി. പിന്നെ പറയാനുണ്ടോ പോകില്ലേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, എൻ്റെ പൊന്നും മോളെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ എത്രയാണെന്നും പറഞ്ഞാടി മോളെ ഒരു റൂമിൽ തന്നെ ഇരിക്കണേ, ഞാനൊന്ന് പുറത്തോട്ടൊന്ന് നടന്നോട്ടെ, എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പറ്റില്ല മോളെ, അതുകൊണ്ടാണ് ഒരു പറ്റായികയില്ല, വേഗം പോയി റൂമിൽ കയറിക്കൊന്നും പറഞ്ഞ് കൃഷ്ണമോളും കൂടെ അതിൻ്റെ ഒപ്പം കൂടെയാണ്. അതെ പറഞ്ഞാൽ അനുസരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളും കൂടെ ബബിതേനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാണ്. അവസാനം രണ്ടും കൂടെ നമ്മുടെ അലീനേനെ അങ്ങോട്ട് കൊന്ന് തിന്നുന്നേ തന്നെ പറയാം. ആ അവസ്ഥയാണ്. ബബിത പേടിപ്പിച്ച് വിറപ്പിക്കുകയാണ് നമ്മുടെ അലീനേനെ. ഇത്രയും കാരണം ഇനിയും വന്ന് അടുക്കളയിലും അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് വല്ല പനിയും ദേഹം ഇളകി വല്ല പനിയും ബുദ്ധിമുട്ടും വന്നാലേ ഇനി ഇതുപോലെ ചികിത്സിക്കാനും നോക്കാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ ബബിത പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, അതെ ഇക്കാര്യത്തിൽ ഞാൻ ബബിതേച്ചിയുടെ കൂടെ തന്നെ. അലീന ചേച്ചിക്ക് കുറച്ചൊരു ജാട കൂടുതലാട്ടോ, പറഞ്ഞ അനുസരണ ഇല്ലാത്ത വന്നാൽ എന്താ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ ബബിതേച്ചിയുടെ കൂടെ നിന്ന് എന്നെ അലീന ചേച്ചിനെ വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ടോ. എടി പൊന്നു മോളെ നീയും കൂടെ നിൽക്കാനോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അലീനേനെ ഉന്തി തള്ളി റൂമിലോട്ട് വിടേണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബോറടിച്ചിട്ട് പറ്റില്ല, ആകെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയണത്. സാധാരണ സ്നേഹനികേതത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഒരു പനിയൊക്കെ വന്നാൽ എന്തെങ്കിലും ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഒരു ആവിയൊക്കെ പിടിച്ച് ആ പനി അങ്ങ് പമ്പടത്തും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അലീനയ്ക്ക് ഇങ്ങനൊരു ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ തൻ്റെ അനുജത്തിമാരുടെ ആ സ്നേഹം കൊണ്ടുള്ള വഴക്കൊക്കെ അലീന ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. കാരണം വെച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ അലീനയ്ക്ക് തൻ്റെ കൂടപ്പിറപ്പുകളുടെ ഒരു സ്നേഹം ലഭിക്കുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും അലീന കരുതിയതല്ല. ആ സ്നേഹമൊക്കെയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അലീനയ്ക്ക് അതൊക്കെ വളരെ ആസ്വദിച്ച് തന്നെയാണ് അലീന
അലീന ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി ആകെ മൂഡ് ഓഫാണ്. കാരണം നമ്മുടെ മറ്റേ ചിന്നുകുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗഭവനിൽ നിന്ന് ഒരു സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവരെന്നും വിളിക്കുന്നുണ്ട് ആ മാഡം. അപ്പോൾ അവർക്ക് ചിന്നുമോളെ കൊണ്ടുപോകാനായിട്ട് വളരെ താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു മറുപടി പറയണം. കാരണം ചിന്നുമോളുടെ ജീവിതത്തിൻ്റെ ആ ഒരു മാറ്റവും കൂടെ അതിൽ വരുന്നുണ്ട്. കാരണം അവൾക്കൊരു അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളാരും മറന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ മദർ വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനായിട്ടാണ് രേവതിക്കുട്ടി ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി അലീനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ത്യാഗഭവനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മാഡം ഇങ്ങനെ ചിന്നുമോളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭിപ്രായം കേട്ടിട്ട് വേണം അവർക്കൊരു തീരുമാനം പറയേണ്ടതെന്ന് പറഞ്ഞു. കാരണം രണ്ടു പേർക്കും ഭയങ്കര സങ്കടമാണ്. കാരണം ചിന്നുമോളെ ഇച്ചിപ്പോന്ന നാൾ മുതൽ ചോര കുഞ്ഞായിരുന്ന സമയം മുതൽ അവളെ നോക്കി പരിപാലിച്ച് വന്നത് രേവതിക്കുട്ടിയാണ് കൂടുതലും. അതിനോടൊപ്പം അലീനയുണ്ട്. അപ്പം വേറൊരാൾ കൊണ്ടുപോയി കഴിയുമ്പം ഇപ്പോൾ ഉള്ളൊരു ഫ്രീഡവും അവർക്ക് ഏത് സമയത്തും കയറി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഇനി കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അവർക്കൊരു എന്ന് വെച്ചാൽ ഒരു മോളാണ് അവരുടെ രണ്ടുപേരുടെയും കുഞ്ഞു മോളാണത് ചിന്നുമോളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കതൊരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു അവസ്ഥ. മറുവശത്തോ നമ്മുടെ ചിന്നുമോൾക്ക് നല്ലൊരു ജീവിതം, ഒരച്ഛൻ, ഒരമ്മ. ഇപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിലും ഒരു കുടുംബമായി, നമ്മുടെ അലീനയ്ക്കാണെങ്കിലും കൂടപ്പിറപ്പുകളും അച്ഛനും ഒക്കെ ആയി. അമ്മ കയ്യെത്താ ദൂരത്താണെങ്കിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ചിന്നുമോൾക്ക് ഒരു ലൈഫൊക്കെ വേണ്ടേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് തടസ്സം പറയാനുള്ളൊരിതും തോന്നുന്നില്ല. അപ്പോൾ അവർ ആലോചിച്ചൊരു തീരുമാനം പറയാൻ വേണ്ടിയിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി അലീന റൂമിൽ കിടന്ന സമയത്ത് നമ്മുടെ വൈജയന്തി അലീനയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. നീ ഉറങ്ങിയോന്ന് ചോദിച്ചുകൊണ്ടാണ് വൈജയന്തി ചെല്ലണത് കേട്ടോ. ചെന്നിട്ട് വൈജയന്തി അലീനയോട് ചോദിക്കും, അതെ നീ കാരണം എനിക്കിന്ന് ഈ വീട്ടിലൊരു പട്ടിയുടെ വിലയാണ് ഉള്ളത്. നീ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ദുരന്തങ്ങൾ. ഇന്ന് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളെ മൂന്നുപേരും ഒക്കെ നീ വശത്താക്കി. നിനക്ക് എന്താ വേണ്ടത്? നിനക്കൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന പറഞ്ഞു, ഞാൻ മേഡത്തിനോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഞാൻ എൻ്റെ അനുജനും അനുജത്തിമാരെ പോലെ അവരെ സ്നേഹിച്ചതാണോ തെറ്റ്? അവരെ ശുശ്രൂഷിച്ച് നോക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നിലുള്ള തെറ്റ് എന്താണെന്ന് മാഡം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബം ചിന്ന ഭിന്നമാക്കിയത് നീ ഒറ്റൊരുത്തി തന്നെയാണ്. ഞാനിവിടെ ഒരു ഹോം നേഴ്സായിട്ടാണ് വന്നത്, മാഡത്തിന് അറിയാലോ. എന്നാൽ എന്നെ പറയാണ്, ഞാൻ ഈ വീട്ടിലെ ഓരോരുത്തരുടെയും കാര്യങ്ങളെല്ലാം അറിഞ്ഞും കണ്ടും തന്നെ ഇന്ന് വരെയും ചെയ്തിട്ടുള്ളത്. നിന്നെ ഇപ്പം പരിപാലിക്കാൻ എത്ര പേരാടിയെന്ന് വൈജയന്തി ചോദിക്കുകയാണ്. അവർക്ക് ഞാൻ കൊടുത്ത സ്നേഹം അവർ തിരിച്ചെനിക്ക് നൽകണോ? അത് മാഡത്തിന് മനസ്സിലാവുന്നില്ല, മാഡം തിരിച്ചറിയുന്നില്ല. മാഡത്തിന് മറ്റുള്ളവരെല്ലാവരും വെറുപ്പാണല്ലോ, ഈ പറയുന്ന എന്നെ പോലും. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ആ ശരണ്യെന്ന് പറയുന്ന അവളെയും അവളുടെ അമ്മേനെയൊക്കെ ഇവിടെ വലിച്ചു കയറ്റിയത്? ശരണ്യ എനിക്ക് പനിയായതുകൊണ്ട് എന്നെ കാണാൻ വന്നതാണ്, അല്ലാണ്ട് അവളിവിടെ പാർക്കാനൊന്നും വന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നിട്ടാണോടി ഇവിടെ അവൾക്ക് ചോറ് കൊടുക്കലും അവൾക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കലും? അതൊക്കെ എൻ്റെ അനിയനും അനിയത്തിയും അവരുടേതായിട്ടുള്ള രീതിയിൽ വന്ന വ്യക്തികളെ വിരുന്നുകാരെ അവർ സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് അവരിവിടെ ഒരിക്കലും താമസിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതൊന്നും അവർ ചെയ്തില്ല എന്ന് പറയണം അലീന. അപ്പോൾ പറഞ്ഞ്, ദോഷം വരുന്ന ചെയ്തില്ല എന്നോ? ആ ഒരുമ്പൊട്ടവൾ കാരണമല്ലേടി എൻ്റെ മകൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്, എൻ്റെ കുടുംബത്തിന് ഇത്രയും പേര് ദോഷം വന്നത് ആ ഒരുമ്പൊട്ടവൾ കാരണമല്ലേടി എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയണം കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ ഒരു കാരണം മാഡം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ആ ഒരു കുട്ടി കാരണമാണ് ഇന്ന് മാഡത്തിൻ്റെ മോൻ തിരിച്ച് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തോണമെന്ന് പറയണം കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി. നിൻ്റെ ഔദാര്യം ഇവിടെ ഇനി വേണ്ടടി ആർക്കും. എനിക്ക് നീ വരുന്നതിന് മുന്നേ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഞാൻ പറയുന്ന പരിധിക്കപ്പുറം അവർക്ക് ഒന്നുമില്ലായിരുന്നു. ഇപ്പം നീയാണ് അവരുടെ റാണി, നീ പറയണതിൻ്റെ അപ്പുറം അവർക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോണതാണോ മാഡത്തിന് ഏറ്റവും വലിയ ആവശ്യമെന്ന് ചോദിക്കും. അതേടി, നീ ഇവിടെ നിന്ന്
ഇറങ്ങണം, ഈ നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് നീ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കുടുംബത്തെ സമാധാനം വേണമെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അലീന സങ്കടത്തോടു കൂടി തന്നെ മാഡത്തിൻ്റെ അടുത്ത് വൈജയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകും. ഞാൻ മാഡത്തിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വില അല്ലെങ്കിൽ എൻ്റെ അതായത് ഞാൻ ആരാണ് അല്ലെങ്കിൽ എൻ്റെ വില എന്താണെന്ന് ഞാൻ പോയി കഴിയുമ്പോഴേ മാഡം അറിയുള്ളൂ. അന്നൊരു പക്ഷേ മാഡം പശ്ചാത്തപിക്കും. അന്ന് എന്നെ തിരിച്ച് വിളിച്ചാൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ആര് വിളിക്കുന്നോടി? എൻ്റെ പട്ടി വിളിക്കും നിന്നെ. ആര് നിന്നെ തിരിച്ച് വിളിക്കാനോ? ഈ വൈജാതിന് ഇനി ഒന്നുകൂടെ ജനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ, ഭയങ്കര ഭീഷണി സ്വരത്തിൽ. ആ സമയം അലീന പറയുന്നുണ്ട്, മാഡം ഇപ്പോൾ പശ്ചാത്തപിക്കില്ല, ഒരു കാലത്ത് മാഡം പശ്ചാത്തപിക്കും. അന്ന് എന്നെ കാണാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ എന്നെ തിരിച്ച് വിളിക്കാൻ ആഗ്രഹിച്ചാലും അന്ന് മാഡത്തിൻ്റെ ഞാൻ അടുത്തുണ്ടാവില്ല എന്നൊക്കെ പറയണം കേട്ടോ. പക്ഷേ വൈജ അപ്പോൾ ചോദിക്കാൻ, നീ എന്താടി അവിടെ ഇവിടെയും കൊള്ളാത്തണക്ക് ഓരോ കുത്തുമോനെയും പോലെയൊക്കെ പറയണത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ വളച്ചൊടിക്കാണ്ട് കാര്യം പറയടിയെന്ന് ഇങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ട് പറയണേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, ഞാനൊരിക്കലും മാഡത്തിൻ്റെ കുടുംബമോ ജീവിതമോ ഒന്നും തട്ടിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി അലീനയെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കണമെന്ന് പറയണത് പിറ്റേ ദിവസം നമ്മുടെ അലീന നേരെ അടുക്കളയിലോട്ട് ചെല്ലണം കേട്ടോ. ചെന്ന് കഴിഞ്ഞിട്ട് ബബിതേനെയും കൃഷ്ണമോളെയും കൂടെ നല്ല ഡോസ് കൊടുത്ത് അങ്ങോട്ട് ഇറക്കണം. അതെ, ഇനി ഭരണമൊന്നും വേണ്ട, എക്സാമൊക്കെ ഇങ്ങനെ അടുത്തിട്ടുണ്ട്, 2 പേർക്കും വേണ്ടോളം പഠിക്കാനുണ്ട്, കുക്കിംഗ് പരീക്ഷണമൊക്കെ നമുക്ക് വെക്കേഷൻ ടൈമിന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് 2 എണ്ണത്തിനെയും കൂടെ അലീന കിച്ചണിൽ നിന്ന് അങ്ങ് വെളിയിലാക്കുകയാണ്. എന്നിട്ട് അലീന അടുക്കളയിലോട്ടൊക്കെ കയറണം കേട്ടോ. കാരണം കുറേ നാളുകളായി അലീന അടുക്കളയിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് പനിയും കാര്യങ്ങളുമായിട്ട് തൻ്റെ അനുജത്തിമാർ തന്നെ ഒന്ന് കിച്ചണിൽ തൊടിയിക്കുക കൂടിയില്ലായിരുന്നു. അങ്ങനെ അലീന അവരെയൊക്കെ പറഞ്ഞു വിട്ട് അടുക്കളയിലൊക്കെ ഒന്ന് കയറുകയാണ്. എന്നിട്ട് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതേ സമയം നമ്മുടെ വൈജയന്തിക്ക് ആകെ ഒരു ടെൻഷനാണ്. കാരണം വെച്ചാൽ ഈ അലീന പല കുത്തുവാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവളെന്താണ് ഇങ്ങനെ പറയണത്? ഒരു ഇതില്ല, എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഇവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം, ഇല്ലെങ്കിൽ എൻ്റെ വീടും എൻ്റെ കുടുംബം എല്ലാം എനിക്ക് നശിച്ചു പോകും. അങ്ങനെ നമ്മുടെ വൈജയന്തി നമ്മുടെ കമലയെ വിളിക്കുകയാണ്. അപ്പോൾ കമല അവിടെ 100 കാര്യങ്ങളായിട്ടും ടെൻഷൻ അടിച്ചൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് അപ്പം കമല ഫോൺ എടുക്കുക. എന്താ വൈജയെന്ന് ചോദിക്കും. കമലേട്ടത്തേക്കൊന്നും വിളിക്കാൻ പോലും നേരെയില്ലല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, എൻ്റെ 2 പൊന്നാങ്ങളമാർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് പോയി, ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല, കമലേട്ടത്തിൽ പോലും ഒന്ന് ഇവിടം വരെ പോലും ഒന്ന് വന്ന് നോക്കിയില്ലല്ലോ. എൻ്റെ പൊന്നു വൈജയ്, നീ അങ്ങനെ പറയല്ലേ. നിന്നെ വന്ന് നോക്കാൻ എനിക്ക് പറ്റാഞ്ഞത് കൊണ്ടല്ല, ഇവിടുത്തെ തിരക്കും രോഹിത്തിൻ്റെ നമ്മുടെ ഹരിയുടെ കാര്യം നിനക്കറിയാലോ. ഹരിയുടെ ഒപ്പം കയറിയതാണ് രോഹിത്തും ജയിലിൽ. എൻ്റെ രോഹിത്ത് ഇന്ന് പുറത്തിറങ്ങി, എൻ്റെ മോനോ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? എൻ്റെ കമല പറഞ്ഞു, വൈജയ് നീ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് രോഹിത്ത് ജയിലിലായിരുന്നപ്പോൾ അവിടെ നീ എന്തോരം ടെൻഷൻ അനുഭവിച്ചു ഇല്ലേ? ഇന്നിപ്പോൾ രോഹിത്ത് പുറത്തിറങ്ങി, എൻ്റെ മോനോ ഹരിയോ ജയിലിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വൈജ പറഞ്ഞു, അതെ എൻ്റെ മോൻ പുറത്തിറങ്ങി എന്നുള്ളത് ശരി തന്നെയാണ്, അവനൊരു തെറ്റും ചെയ്തില്ലല്ലോ കമലേട്ടത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും അലീനയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഹരിയെ കൂടെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. ശരണ്യയുടെ അടുത്ത് പറഞ്ഞിട്ട് അവളെ കൊണ്ട് കോടതി പറയിപ്പിച്ച ഒരു പക്ഷേ എൻ്റെ മോനും ചിലപ്പോൾ ജാമ്യം കിട്ടുമെന്ന് ഇങ്ങനെ കമല പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ വൈജയന്തി കമലയുടെ അടുത്ത് ആ സത്യം പറയണത്. അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ശരണ്യയും അവളുടെ അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു ഇവിടുത്തെ സ്വീകരണം, അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കണു, എൻ്റെ മക്കളാ മുൻകൈയിൽ നിൽക്കുന്നത്, മുൻപന്തിയിൽ എൻ്റെ ജ്യൂസ് അടിക്കണു, ഡൈനിങ് ടേബിളിൽ ഇരുത്തി ചോറും കറികളും വിളമ്പി ഊട്ടുന്നു, എന്തൊക്കെയാ. അപ്പോൾ കമല ചോദിക്കണു, അല്ല ശരണ്യയും അമ്മയും വന്നിരുന്നു, എവിടെ? നെടുമ്പുരയ്ക്കലോ? അയ്യോ, എൻ്റെ മോൻ്റെ കാര്യം ഒന്ന് പറയാമായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ കമല നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പറയണ്. പിന്നെ ഞാൻ പുറത്തുപോലും ഞാൻ ഇറങ്ങിയിട്ട് അവളെ മുഖത്തുപോലും ഞാൻ നോക്കിയിട്ടില്ല, അവൾ ഒറ്റയെടുത്ത് കാരണമാണ് നമ്മുടെ മക്കൾ ജയിലിലായത്. അവളെ ഞാൻ ഇനിയിപ്പോയി കണ്ട് തൊഴുത് എഴുന്നള്ളിക്കണോ? കമലേട്ടത്തേക്ക് എന്നാ പറ്റിയത്? പിന്നെ എൻ്റെ ആങ്ങളമാരുടെ അടുത്തൊന്ന് പറഞ്ഞേക്ക്, ഒന്നുകിൽ അലീന അല്ലെങ്കിൽ ഞാൻ, അവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ വൈജയന്തി അവളുടെ മുന്നിൽ പട്ടിയെപ്പോലെ ഇവിടെ കിടക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്കൊരു വീട് വാങ്ങി ഞാൻ അങ്ങോട്ട് പോകും. അതെൻ്റെ ആങ്ങളമാരുടെ അടുത്തൊന്ന് പറഞ്ഞു, ഗംഗേട്ടനോടോ ശിവേട്ടനോടോ ആരെടുത്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേരെ കമലേട്ടത്തി എന്ന് പറയുന്നുണ്ട്. കമലയ്ക്ക് വൈജ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ശ്രദ്ധ പോലും വയ്ക്കാൻ പോയില്ല. ശരണ്യ വന്നതിനെക്കുറിച്ചും ആ കുട്ടിയോട് ഹരിയെക്കുറിച്ച് പറയാൻ പറ്റാത്തതിനെക്കുറിച്ചൊക്കെ ഉള്ള ഓരോ ചിന്തകളായിരുന്നു കമലയുടെ മനസ്സിലോടിക്കൊണ്ടിരുന്നത്. അങ്ങനെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെയാണ്. ചിലപ്പോൾ 1-2 സീനുകളൊക്കെ പിറ്റേ ദിവസത്തിൽ
രൂപത്തിൽ വരും. നമ്മൾ ആ നോവൽ ബേസിൽ കഥ പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ മഴ തോരും മുമ്പേ കുറച്ച് ദിവസം 1-2 ദിവസമായിട്ട് ആകെ ഒരു ചെറിയൊരു ഡൗൺ പോലെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുമ്പോൾ സ്കിപ്പടിച്ച് കാണാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ഒരു ലൈക്കും ഹൈപ്പും കൊടുക്കാൻ ശ്രമിക്കുക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് മഴ തോരും മുമ്പ് സീരിയലിൽ നിന്ന് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.